ഒരു മാഗി ഉണ്ടാക്കണമെങ്കിൽ 2 മിനിറ്റെങ്കിലും വേണം. എന്നാൽ കേന്ദ്ര സർക്കാരിന് ജനാധിപത്യത്തിന് മേൽ കുതിര കയറണമെങ്കിൽ വെറും 68 സെക്കൻഡ് മാത്രം മതി. കേന്ദ്ര സർക്കാർ നൽകിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവിടെ ഓരോ 68 സെക്കൻഡിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അക്കൗണ്ടോ നീക്കം ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു ദിവസം ശരാശരി 1275 ബ്ലോക്കിംഗ് ഓർഡറുകൾ. കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള വെറും 5 മാസത്തിനിടെ മാത്രം നീക്കം ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചത് കണ്ടുകൊണ്ട് നമ്മുടെ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഏകദേശം 2 ലക്ഷത്തോളം ഉള്ളടക്കങ്ങൾ 2024 ഒക്ടോബർ മുതൽ 2025 ഒക്ടോബർ വരെയുള്ള ഒരു മുഴുവൻ വർഷത്തിൽ ആകെ 2312 ബ്ലോക്കിംഗ് ഓർഡറുകൾ മാത്രം നൽകിയ സ്ഥാനത്താണിത് എന്നുകൂടി ഓർക്കണം. അതായത് പ്രതിദിനം വെറും 6 ഓർഡറുകൾ വന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഈ വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഭരണകൂടത്തെ നടുക്കിയ ആ വിറയലിന് പിന്നിൽ കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവത്വത്തിന് പ്രതിരോധവും പ്രതിഷേധവും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉയർന്ന ജനവികാരം സർക്കാരിന്റെ അടിത്തറയെ ഇളക്കി. കോക്രോച്ച് ജനതാ പാർട്ടി മുന്നിൽ നിന്നും നയിച്ച ആ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു സാധാരണ സമരം ആയിരുന്നില്ല. അത് തെരുവുകളെ മാത്രമല്ല, ഭരണാധികാരികളുടെ ഉറക്കത്തെ പോലും കെടുത്തുന്ന ഒന്നായി മാറിയിരുന്നു. നാടിനെ ഇളക്കിമറിച്ച CJP സമരം നടക്കുമ്പോൾ മുഖ്യധാരയിലെ വൻകിട ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു. സമരത്തെ തികച്ചും അവഗണിച്ച വാർത്തകൾ മുക്കാൻ ശ്രമിച്ച ആ സമയത്താണ് ജനങ്ങൾ സോഷ്യൽ മീഡിയയെ തങ്ങളുടെ ആയുധമാക്കിയത്. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ജനങ്ങൾ സംഘടിച്ചു. സമരത്തിന്റെ യാഥാർത്ഥ്യ മുഖങ്ങൾ നിമിഷ നേരം കൊണ്ട് കോടിക്കണക്കിന് ആളുകളിലേക്കെത്തി. വാർത്തകൾ മുക്കി ജനങ്ങളെ ഇരുട്ടിൽ നിർത്താമെന്ന ഭരണകൂടത്തിന്റെ തന്ത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശക്തിക്ക് മുന്നിൽ തകർന്ന തരിപ്പണമായി. രോഷം പടർന്നു പിടിക്കുന്നത് കണ്ടതോടെയാണ് ഭരണകൂടം ശരിക്കും ഭയന്നത്. സമരം കൈവിട്ടു പോകുമെന്നും തങ്ങളുടെ പ്രതിച്ഛായ തകരുമെന്നുമുള്ള ഭയം കൊണ്ടായിരുന്നു കേന്ദ്രം പിന്നീട് നിർദ്ദയം സെൻസർഷിപ്പ് അഴിച്ചുവിട്ടത്. ജനങ്ങളുടെ ശബ്ദമടയ്ക്കാൻ സഹയോഗ് പോർട്ടൽ വഴി പോസ്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നീക്കം ചെയ്യാൻ തുടങ്ങി. തങ്ങളെ വിമർശിക്കുന്ന ജനങ്ങളെ നാവടപ്പിക്കാൻ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയായിരുന്നു അത്. ഈ തടയൽ ഓർഡറുകളിൽ 10ൽ 9 ലഭിച്ചത് മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനുമായിരുന്നു. ഇൻസ്റ്റഗ്രാമിന് മാത്രം ലഭിച്ചത് 1 ലക്ഷത്തോളം നോട്ടീസുകൾ. ഫേസ്ബുക്കിനോ 80,000 നോട്ടീസുകൾ കിട്ടിയപ്പോൾ 10,000-ഓളം യൂട്യൂബ് വീഡിയോകളും നീക്കം ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം. വിദ്യാർത്ഥികളുടെ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പോസ്റ്റുകൾ, സർക്കാരിന്റെ എഥനോൾ മിശ്രിത ഇന്ധന നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ, വെസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ, അങ്ങനെ ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കിയത് എന്തൊക്കെയാണോ അങ്ങനെ സകല പോസ്റ്റുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് നീക്കം ചെയ്യപ്പെട്ടു. ജനപ്രതിനിധികളും പ്രതിപക്ഷ നേതാക്കളും വരെ തങ്ങളുടെ പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതായിട്ട് പരസ്യമായി വിരൽ ചൂണ്ടി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2024-25 വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 2025 മാർച്ച് വരെ ആകെ ഒരു വർഷത്തിനിടെ വിവരസാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 79B പ്രകാരം 1.11 ലക്ഷത്തിലധികം സംശയാസ്പദമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളാണ് തടഞ്ഞത്. സഹയോഗ് പോർട്ടൽ ഉപയോഗിച്ച ഡീഫേക്കുകൾ തടയുന്നു എന്ന വ്യാജേന സർക്കാരിനെതിരായ യഥാർത്ഥ ജനശബ്ദങ്ങളെയാണ് ഇവിടെ നിശബ്ദമാക്കാൻ ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം: ഡിജിറ്റൽ ഇടങ്ങളിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. എന്നാൽ ഭരണകൂടത്തിന്റെ വീഴ്ചകൾക്കെതിരെ ഉയരുന്ന ജനങ്ങളുടെ ചോദ്യങ്ങളെയും നീതിക്കായുള്ള പോരാട്ടങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു ബ്ലോക്കിംഗ് സംവിധാനത്തിനും കഴിയില്ല.